friends, once again welcome back to Salem Learning, welcome back to our English class. Okay, so എന്താണ് ഫസ്റ്റ് ടൈം എക്സാം ആഫ്റ്റർ ദ എക്സാം ഓൺ വെക്കേഷൻ ഒത്തിരി എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ എന്താണ് അടിപൊളിയായിട്ട് എന്താണ് കഴിഞ്ഞല്ലേ അങ്ങനെ. സോ എന്താണ് once again we are back to our school, we are back to our class, we are back to our friends, we are back to our teachers, we are back to our books, right? Yes. So എന്താണ് ആക്ച്വലി നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിലെ സെക്കൻഡ് ടേമിന് വാട്ട് ഈസ് വെയിറ്റിംഗ് ഫോർ us നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അല്ലേ, ദാറ്റ് വി വാണ്ട് ടു നോ. അതാണ് നമുക്ക് എന്തെങ്കിലും ഇവിടെ അറിയേണ്ടത്, റൈറ്റ്? ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് നോക്കാം എന്താണ് പ്രോസ്, പോം ആൻഡ് റീഡർ. വി നോ ദാറ്റ് വി ഹാവ് ടു ടെക്സ്റ്റ് ബുക്ക് അല്ലേ, നമുക്ക് രണ്ട് പാഠപുസ്തകങ്ങളാണ് ഉള്ളത്. ആ രണ്ട് പാഠപുസ്തകത്തിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രോസ് ഉണ്ട്, ഒത്തിരി പോംസ് ഉണ്ട്, അതേപോലെ ഒത്തിരി എന്താണ് അത് ദാൻ എന്തുണ്ട്, ഒത്തിരി സ്റ്റോറീസ് കൂടിയുണ്ട്. സോ ഫസ്റ്റ് ലെറ്റ്സ് ബിഗിൻ വിത്ത് പ്രോസ്. നിങ്ങൾക്ക് ഈ ഒരു ടേമിൽ പഠിക്കാനുള്ളത് 3 പ്രോസ് സ്റ്റോറീസ് ആണ് അല്ലേ. എന്താണ് ആ 3 കഥകൾ? ഏറ്റവും എന്താ പറയുക, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, നിങ്ങൾ 9th സ്റ്റാൻഡേർഡ് ആണല്ലേ? യെസ്, നിങ്ങൾ 9th സ്റ്റാൻഡേർഡ് ആണ്. സോ എന്താ പറയുക, നിങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത്, നിങ്ങളെ വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർഡ് ആക്കുന്ന, നിങ്ങളെ വളരെ ഡിസിപ്ലിനറി ഒക്കെ ആക്കുന്ന തരത്തിലുള്ള എന്താണ് 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, അത് തന്നെ എങ്ങനെയാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള 3 എമിനന്റ് പേഴ്സണാലിറ്റിയാണ് എന്ത് ഇവിടെ തിരഞ്ഞെടുത്തത്, അവരുടെ കഥകളാണ്. ദ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ട്രൂലി ബ്യൂട്ടിഫുൾ മൈൻഡ്. നമുക്ക് എന്തില്ല ഒന്നും പറയാനില്ല, ആൽബർട്ട് ഐൻസ്റ്റൈൻ അല്ലേ, വേൾഡ് അല്ലേ, നമ്മൾ ഇന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിരാക്ഷസൻ എന്നറിയാം പ്പെടുന്ന ശാസ്ത്രജ്ഞൻ, ഏറ്റവും എന്താണ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം തിങ്ങി നിറയുന്ന ഒരു മനുഷ്യൻ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഐൻസ്റ്റൈനെ കുറിച്ച് പറയും. അപ്പം ഐൻസ്റ്റൈനൊക്കെ ശരിക്കും പറയാന്ന് പറഞ്ഞാൽ നമ്മളൊരു പാഠത്തിന് എന്തല്ല, ഇറ്റ് ഇസ് നോട്ട് ഓവർ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഇനഫ് അല്ലേ, ഒരു ചാപ്റ്റർ ഒന്നും ഒട്ടും എന്തല്ല ഇനഫ് അല്ല ആക്ച്വലി നമുക്ക്. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ വളരെ എന്താ പറയുക ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു പാഠമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ അല്ലേ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യം എന്താ പറയുക വളരെ സെറ്റേറിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത്, ദ സ്നേക്ക് ആൻഡ് ദ മിറർ അല്ലേ. എങ്ങനെയാണ് സെറ്റയർ എന്ന് പറയാൻ നമുക്ക് ആക്ഷേപഹാസ്യം എന്നാലേ, നമ്മുടെ സമൂഹത്തിൽ നടന്നിരിക്കുന്ന അനാചാരങ്ങൾ എന്താ പറയുക, അല്ലെങ്കിൽ ദുരാചാരങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി എന്താ പറയുക ഒരു ലോജിക്കിനല്ലേ, യുക്തിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റേറിക്കലായിട്ട് വിമർശിച്ച് കളിയാക്കി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സമൂഹത്തിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കും. ആ തരത്തിലുള്ള ഒരു കഥയാണ് ഏത്, സെറ്റേറിക്കലായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഏറ്റവും എന്താ പറയുക വേൾഡ് എൻ്റെ വേൾഡ്, ലോകം മുഴുവൻ എന്താണ് വളരെ ഒരു ഇൻസ്പയറിംഗ് റോൾ മോഡലാക്കി കാണുന്ന ഒരു വ്യക്തിയാണ് ആരാ, APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയിട്ടുള്ള മൈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന പ്രോസാണ് നിങ്ങൾക്ക് അടുത്തത് പഠിക്കാനുള്ളത്. സോ നിങ്ങളുടെ പ്രോസ് നമ്മൾ ഈ ഒരു പ്രാവശ്യം എടുത്ത് നോക്കുന്ന സമയത്ത് വളരെ എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക നോ കമൻറ്റ്സ് അല്ലേ, നോ കമൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. അടിപൊളിയായിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നെക്സ്റ്റ് ലെറ്റ്സ് ഗോ ടു ദ പോംസ്. ഓക്കെ, ഇനി പോം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ വളരെ ക്ലാസിക്കലായിട്ടുള്ള 3 പോംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ലേക്ക് ഐൽ ഓഫ് ഇന്നിസ്ഫ്രീ അല്ലേ. ദ ലേക്ക് ഐൽ ഓഫ് ഇന്നിസ്ഫ്രീ വില്യം ബട്ട്ലർ യീറ്റ്സിൻ്റെ പോമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊക്കെ എന്തുണ്ട്, ഒത്തിരി ഇമാജിനേഷൻ ഉണ്ട്, നമ്മളൊക്കെ ഒത്തിരി എന്താ പറയുക വളരെ ബിസിയാണ് നമ്മളൊക്കെ ഇന്നത്തെ വേൾഡിൽ. അതിനൊക്കെ ഇടയിൽ എപ്പോഴും നമുക്ക് എന്ത് വേണം, വി നീഡ് അവർ ഓൺ സ്പേസ്, വി നീഡ് അവർ ഓൺ ടൈം, വി നീഡ് മീ ടൈം, വി നീഡ് അവർ ഓൺ വേൾഡ്, വി നീഡ് അവർ ഓൺ സ്പേസ്, വി നീഡ് അവർ ഓൺ ഡ്രീംസ് അല്ലേ. ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്ത് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ഇമാജിനേഷൻ, ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പോമാണ് ഇത്, ദ ലേക്ക് ഐൽ ഓഫ് ഇന്നിസ്ഫ്രീ അല്ലേ. നെക്സ്റ്റ് വൺ എന്താണ്, എ ലെജൻഡ് ഓഫ് ദി നോർത്ത് ലാൻഡ് അല്ലേ. ഫോക്ക് കാരി പറയുന്ന എ ലെജൻഡ് ഓഫ് ദി നോർത്ത് ലാൻഡ് ആണ് അടുത്ത പോം അല്ലേ. നമുക്കറിയാം നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ ഒത്തിരി സെൽഫിഷ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ്. അപ്പോൾ ഈ പറയുന്ന ഗ്രീഡ്, ഈ പറയുന്ന സെൽഫിഷ്നെസ്, ഈ പറയുന്ന സ്വാർത്ഥത കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് വേണം. ഓഫ് കോഴ്സ് വി ഓൾ നീഡ് മോട്ടീവ് അല്ലേ, നമുക്ക് ജീവിക്കാൻ എന്ത് വേണം, മോട്ടീവ് വേണം. പക്ഷെ ആ മോട്ടീവിന് അപ്പുറത്തേക്ക് അതൊരു ലെവൽ എന്താ പറയുക ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ ദാറ്റ് ബിക്കംസ് എന്താണ് ഗ്രീഡായിട്ട് മാറും. സോ ആ ഗ്രീഡ് എന്താണ് നമ്മളെ കൊണ്ടെത്തിക്കുക എന്തായിരിക്കും, തീർച്ചയായിട്ടും ഇറ്റ് വിൽ ലീഡ് us to complications, ടെറിബിൾ എന്താണ് പ്രോബ്ലംസിലേക്ക് നമ്മളെ കൊണ്ടുപോകുള്ളൂ. അത് നമ്മളെ മനസ്സിലാക്കി തരുന്ന പോമാണ് ഏതാ, എ ലെജൻഡ് ഓഫ് ദി നോർത്ത് ലാൻഡ് എന്ന് പറയുന്ന ഫോക്ക് കാരിയുടെ പോം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് നോ മെൻ ആർ ഫോർ എ ജെയിംസ് ക്ലർക്കിൻ്റെ അതിമനോഹരമായിട്ടുള്ള യൂണിവേഴ്സൽ തീം, ദാറ്റ് മീൻസ് വി ഓൾ ആർ വൺ, നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സൽ തീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോമാണ് നോ മെൻ ആർ ഫോറിൻ എന്ന് പറയുന്ന ഈ ഒരു പോം അല്ലേ. അപ്പോൾ ഈ പോം നോക്കുന്ന സമയത്ത് 3 ക്ലാസിക്കലാണ്, പക്ഷേ എന്താണ് വളരെ രസകരമായിട്ടുള്ള, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടല്ലേ, നിങ്ങളൊക്കെ ഇത് ഒത്തിരി വലുതാകുന്ന ഒരു പ്രാണി, ഈ ഒരു ഏജിലേക്ക് നിങ്ങൾക്ക് ശരിക്കും എന്താ പറയുക ഒരു ഗൈഡൻസ് തരാൻ പറ്റാവുന്ന പോമാണ് ഈ പറയുന്ന 3 പോം, ദ ലേക്ക് ഐൽ ഓഫ് ഇന്നിസ്ഫ്രീ, എ ലെജൻഡ് ഓഫ് ദി നോർത്ത് ലാൻഡ് ആൻഡ് നോ മെൻ ആർ ഫോറിൻ. Next, when we go to the reader textbook, we have 3 chapters here, and the first chapter, it is In the Kingdom of Fools by A.K. Ramanujan. സംഭവം നമ്മൾ നേരത്തെ സ്നേക്ക് ആൻഡ് ദ മിററിനെ പറ്റി പറഞ്ഞതുപോലെ എന്താണ് വളരെ ഫണ്ണി ആണെങ്കിൽ കൂടി അതിനുള്ളിലൂടെ വ്യക്തമായ എന്താണ്, ദ റൂളേഴ്സ്
എന്ന് പറയുന്നത് എന്താണ്? ലീഡേഴ്സ് ആണ്. ഇഫ് ദ ലീഡർ ഇസ് നോട്ട് ഗുഡ്, ആ പ്രജകളെ കാര്യം എന്തായിരിക്കും? അവിടുത്തെ ആ ഒരു പ്രജകൾ അല്ലെങ്കിൽ ഓഡിയൻസ്, അവിടുത്തെ മനുഷ്യരുണ്ടായിരിക്കും, ദ പീപ്പിൾ വിൽ ഹാവ് ടു സഫർ. അപ്പോൾ അതേപോലെ ഹൗ എ ലീഡർ ഷുഡ് ബി എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്ന അതിമനോഹരം, എന്താ പറയുക, ഭയങ്കര ഫണ്ണി ആയിട്ട് നമ്മളെ കൊണ്ട് എന്താണ് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് എന്താണ് മെൻഷൻ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഏത്? ഈ പറഞ്ഞ ഇൻ ദ കിങ്ഡം ഓഫ് ഫൂൾസ്. ഓക്കെ, ഹൗ എ ലീഡർ ഷുഡ് ബി, എങ്ങനെയായിരിക്കും ഒരു റൂളർ എന്നുള്ളത് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരും. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഇറ്റ് ഈസ് ദ ഹാപ്പി പ്രിൻസ്. ഓക്കെ, ഓസ്കാർ വൈൽഡിൻ്റെ ചാപ്റ്ററാണ് ഹാപ്പി പ്രിൻസ് അല്ലേ. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? ദ ലാസ്റ്റ് സ്ലീപ്പ് അല്ലേ. അപ്പോൾ ഇവിടെ ലൈഫിൻ്റെ എക്സ്പെക്റ്റേഷൻസ്, നമ്മുടെ മോട്ടീവ്സ്, അപ്പോൾ നമ്മളുള്ള ഒരു വാല്യൂ ഓഫ് ടൈം, നമുക്കുള്ള സമയം നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മുടെ എന്താ പറയുക ഉള്ള സമയത്ത് നമ്മൾ നമ്മുടെ വോയിസ്, നമ്മുടെ യുക്തി, നമ്മുടെ ലോജിക്ക്, ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹെൽത്ത് എങ്ങനെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഫ്രീ ടൈം എങ്ങനെ യൂസ് ചെയ്യുന്നത്, ഹൗ വി ആർ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ, ഇതൊക്കെ എന്താണ് നമ്മൾ തിരുത്തി ചിന്തിപ്പിക്കുന്ന 3 ചാപ്റ്റേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻ ദ കിങ്ഡം ഓഫ് ഫൂൾസ് ബൈ A.K. രാമാനുജൻ, ദ ഹാപ്പി പ്രിൻസ് ബൈ ഓസ്കാർ വൈൽഡ് ആൻഡ് ദ ലാസ്റ്റ് ലീഫ് ബൈ O. ഹെൻറി. അപ്പോൾ അടിപൊളിയായിട്ടുള്ള 3 എന്താണ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റീഡറിലുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് 3 പോംസ് അല്ലേ. ആൻഡ് ഓൾസോ എന്താണ് അതിനുശേഷം നമുക്ക് എന്ത് കൂടിയുണ്ട്? വി ഹാവ് 3 പ്രോസ് ഓൾസോ അല്ലേ. സോ ഇൻ ടോട്ടൽ വി ഹാവ് ബ്യൂട്ടിഫുൾ 9 ചാപ്റ്റേഴ്സ് അല്ലേ. എന്താ പറയുക, ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള 9 ചാപ്റ്റേഴ്സ് വി ആർ ഹാവിങ് ഹിയർ. സോ ഈ ഒരു ചാപ്റ്റേഴ്സ് എന്ത് വേണം, നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ടേമിൽ പഠിക്കണം അല്ലേ. അപ്പോൾ എന്താണ്, സോ ലെറ്റ്സ് ബിഗിൻ അവർ സെക്കൻഡ് ടേം വിത്ത് എ ബ്ലാസ്റ്റ് അല്ലേ. എന്താണ് ബ്ലാസ്റ്റോട് കൂടി എന്ത് ചെയ്യാം നമുക്ക് തുടങ്ങാം. ആൻഡ് ലെറ്റ്സ് ബൂം ടുഗദർ. സീ യു അഗെയിൻ. താങ്ക് യു.